Good morning, students. +2 സാമ്പത്തിക ശാസ്ത്ര ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും സ്വാഗതം ചെയ്യുന്നു. So we are discussing the third chapter of microeconomics, production and cost. ഉൽപാദനവും ചെലവും എന്ന സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിലെ മൂന്നാമത്തെ അധ്യായമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. The last class we discussed about various short run cost. ഹ്രസ്വകാല ചെലവുകളെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. And look at this table. These are the short run cost. വിവിധ ഹ്രസ്വകാല ചെലവുകളാണ് ഇതെല്ലാം. One is TFC, that is total fixed cost, മൊത്തം സ്ഥിര ചെലവ്. TVC is total variable cost, മൊത്തം വിഭേദക ചെലവ്. And TC is total cost of the firm. AFC is average fixed cost, ശരാശരി സ്ഥിര ചെലവ് ഒരു സ്ഥാപനത്തിൻ്റെ. ABC is average variable cost, ശരാശരി വിഭേദക ചെലവ്. SAC is short run average cost of the firm, ഹ്രസ്വകാല ശരാശരി ചെലവ് ഒരു സ്ഥാപനത്തിൻ്റെ. Then last one is SMC, that is short run marginal cost, ഒരു സ്ഥാപനത്തിൻ്റെ ഹ്രസ്വകാല സീമാന്ത ചെലവ്. സോ ദീസ് ആർ ദ വേരിയസ് ഷോർട്ട് റൺ കോസ്റ്റ്. ഇതെല്ലാം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ വളരെ വിശദമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയതാണ്. ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. TFC, that is total fixed cost, and the TFC plus TVC, that means total variable cost. TFCയും TVCയും ആഡ് ചെയ്യുമ്പോൾ ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ടോട്ടൽ കോസ്റ്റ് കിട്ടുന്നത്. TFCയുടെ പ്രത്യേകത നിങ്ങൾക്ക് കണ്ടു. ആസ് ഔട്ട്പുട്ട് ഇൻക്രീസസ് ദ TFC റിമെയിൻസ് കോൺസ്റ്റന്റ്. ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഔട്ട്പുട്ട്. ഉൽപ്പന്നം കൂടിയാൽ TFC കൂടുന്നില്ല, കുറയുന്നുമില്ല. ഇറ്റ് ഈസ് കോൺസ്റ്റന്റ്. ബട്ട് ടോട്ടൽ വാരിയബിൾ കോസ്റ്റ്, അതായത് മൊത്തം വിഭേദക ചെലവ്, ഔട്ട്പുട്ട് കൂടുന്നതിനനുസരിച്ച്, ഉൽപ്പന്നം കൂടുന്നതിനനുസരിച്ച് ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സീ ദിസ് ടേബിൾ. വെൻ ഔട്ട്പുട്ട് ഈസ് 0, ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് ഈസ് 0, ബട്ട് ദർ ഈസ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്. വെൻ ഔട്ട്പുട്ട് increases to 1, total variable cost increases to 10. When output is increased to 2, total variable cost is increasing to 18. So we can see as output increases, total variable cost is increases. മൊത്തം വിഭേദക ചെലവ് ഉൽപ്പന്നം വർദ്ധിക്കുമ്പോൾ വർദ്ധിക്കുന്നു. And as a result of this, the TC also increases when output of the firm increases. അപ്പോൾ ഈ വിഭേദക ചെലവ്, മൊത്തം വിഭേദക ചെലവ് വർദ്ധിക്കുന്നത് കൊണ്ടാണ് ഇവിടെ സ്ഥാപനത്തിൻ്റെ മൊത്തം ചെലവ് വർദ്ധിക്കുന്നത്. വിഭേദക ചെലവ് കൂടുന്നത് കൊണ്ടാണ് ടോട്ടൽ കോസ്റ്റ് കൂടുന്നത്. TFC ഈസ് കോൺസ്റ്റന്റ്. അപ്പം ഔട്ട്പുട്ട് വർദ്ധിക്കും തോറും ടോട്ടൽ വാരിയബിൾ കോസ്റ്റും വർദ്ധിക്കും, അതുപോലെ ടോട്ടൽ കോസ്റ്റും എന്ത് ചെയ്യും? വർദ്ധിക്കും. ആൻഡ് നെക്സ്റ്റ് ഈസ് AFC, ആവറേജ് ഫിക്സഡ് കോസ്റ്റ്. ആവറേജ് ഫിക്സഡ് കോസ്റ്റ് എന്താ സംഭവിക്കുന്നത് എന്ന് ഈ ഒരു ടേബിളിൽ നമുക്ക് വളരെ വ്യക്തമാവും. ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് decreasing. You see, average fixed cost is 20 when output is 1. It is 10. It falls to 10 when the output is 2. And it again falls to 6.67 when output is 3. So as the output increases, average fixed cost is decreasing. മറ്റൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, when the output is near 0, ഔട്ട്പുട്ട് പൂജ്യത്തിനോട് അടുത്ത് നിൽക്കുമ്പോൾ, സി വെൻ 1, the AFC ഈസ് വെരി ഹൈ. അതായത് ഔട്ട്പുട്ട് 0നോട് അടുത്ത് നിൽക്കുമ്പോൾ AFC ഈസ് വെരി ഹൈ. ശരാശരി സ്ഥിരം ചെലവ് കൂടിയിരിക്കും. പിന്നെ ശ്രദ്ധിക്കൂ, വെൻ ഔട്ട്പുട്ട് ഈസ് ഇൻക്രീസിങ്, ഔട്ട്പുട്ട് വർദ്ധിക്കും തോറും, അതായത് ഔട്ട്പുട്ട് അനന്തമായിട്ട് കൂടുന്തോറും, when it is near infinite,
AFC is very small. AFC ഏറ്റവും കുറവ് ആയിട്ട് മാറും. AFC 10 ആകുമ്പോൾ ഔട്ട്പുട്ട് 10 ആകുമ്പോൾ നോക്കൂ, AFC is 2. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. When output is near 0, the AFC is high, and when output goes to infinite, or it is very near to infinite, or it is increasing, the AFC will be very less. 10 ആയപ്പോൾ AFC എന്തായി? 2 ആയിട്ട് കുറയുന്നു. അപ്പം ഔട്ട്പുട്ട് വർദ്ധിക്കും തോറും AFC കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഓക്കെ, then what about ABC? ABC നിങ്ങൾ ശ്രദ്ധിക്കുക. ABC ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ ആദ്യഘട്ടത്തിൽ ഇറ്റ് ഈസ് ഡിക്രീസിങ് ഫ്രം 10 to 9 to 8, 7.25, 6.6, 6.5, 6.7. Then the ABC starts to rise. പിന്നീട് വീണ്ടും ഔട്ട്പുട്ട് വർദ്ധിക്കുമ്പോൾ ABC എന്ത് ചെയ്യുന്നു? ABC വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. When output is 7, it is 6.7. When output increases to 8 units, ABC increases to 7.5 units. And when output is 9 units, ABC is 8.33. And when output is 10, ABC is 9.5. So at the first stage, the ABC falls and then it rises. What about SAC? So SAC also, at first it falls, then after a point it starts to rise. The last one is SMC. SMC also at first, in the first phase, the SMC, that is short run marginal cost, ഹ്രസ്വകാല സീമാന്ത ചെലവ് ഉൽപ്പന്നം കൂടുന്തോറും, ഉൽപ്പന്നത്തിൻ്റെ അളവ് ഒരു ഫേം വർദ്ധിക്കും തോറും, at first it falls. When 5 units produced, the SMC is 4. But when again the output increases to 6, SMC starts to rise. 6, then 8, then 13, 15 and 20. So like SAC, SMC also at first fall and then rise. ഈ ടേബിളിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് ഓരോ ഷോർട്ട് റൺ കോസ്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി. നെക്സ്റ്റ്, നമ്മൾ ഈ ഷോർട്ട് റൺ കോസ്റ്റ് കേവ്സിൻ്റെ ഷേപ്പ് എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പ്രധാനമായിട്ടും മനസ്സിലാക്കുന്നത്. ദ ഷേപ്സ് ഓഫ് ദ കോസ്റ്റ് കേവ്സ്, ഷോർട്ട് റൺ കോസ്റ്റ് കേവ്സ്. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ, നമ്മൾ ഇന്നത്തെ സെഷനിൽ TFC, TVC, TC ആൻഡ് AFC, ഇത് 4 എണ്ണത്തിൻ്റെ ഷേപ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ വിച്ച് ആർ ദ TFC, TVC, TC ആൻഡ് AFC. അപ്പോൾ നമ്മൾ ഈ ഗ്രാഫിലേക്ക് ഈ ടേബിള് റെപ്രസെൻ്റ് ചെയ്യുകയാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും ഷേപ്സ് ഉണ്ടാവുക എന്ന്, ഓരോ കോസ്റ്റ് കേവിൻ്റെയും ഷേപ്പ് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് പരിശോധിക്കാം. സി, ദ എക്സ് ആക്സിസ് റെപ്രസെൻറ്റ്സ് ഔട്ട്പുട്ട്, യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട്. ഉൽപ്പന്നത്തിൻ്റെ അളവാണ് എക്സ് ആക്സിസിൽ കാണിക്കുന്നത്. ഓക്കെ, ഔട്ട്പുട്ട്. ആൻഡ് ദ വൈ ആക്സിസ് കോസ്റ്റ്. വിവിധ ഷോർട്ട് റൺ കോസ്റ്റുകളാണ് വൈ ആക്സിസിൽ കാണിക്കുന്നത്. ആദ്യം നമ്മൾ TFC റെപ്രസെൻ്റ് ചെയ്യാം. സോ സി, വെൻ 0 ഔട്ട്പുട്ട് ഈസ് പ്രൊഡ്യൂസ്ഡ്, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഈസ് 20. സോ വെൻ 0 ഔട്ട്പുട്ട്, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഈസ് 20. 0 ഔട്ട്പുട്ട്, the total fixed cost is 20. Then when output increases to 1, TFC is again 20. TFC is again 20. No change in TFC. When output increases to 3, when output increases to 2, TFC is 20.
When output increases to 3, TFC is 20. When it is 4, 20, and 5, also there is no change in total fixed cost. And when, as we move downwards this table, when the total output is 10, no change in TFC, it is still 20. So when it is 5, 20, 6, 7, 8, 9, 10. So when we join these points, we will get a horizontal line. So this is TFC. So TFC will be, total fixed cost will be a horizontal line, or it will be parallel to x-axis. x-axis സമാന്തരമായിരിക്കും total fixed cost, മൊത്തം സ്ഥിര ചെലവ്. So this is the shape of the total fixed cost. It is horizontal. കാരണം ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്താലും ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിൽ യാതൊരു തരത്തിലുള്ള മാറ്റവും ഉണ്ടാവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. അപ്പോൾ നമ്മളിവിടെ ഈ ടേബിൾ ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ TFC will be a horizontal line. Okay. Then next we are going to plot TVC, total variable cost. Total variable cost മൊത്തം വിഭേദക ചെലവിൻ്റെ ഷേപ്പ് നമുക്ക് മനസ്സിലാക്കാം. So when zero output, TVC is 0. ശ്രദ്ധിക്കണം, TFC is not starts from the origin. TFC ഒറിജിനിൽ അല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്, TFC 0 എന്നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. TFC ഇവിടെ 20 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലെങ്കിലും there will be total fixed cost. മൊത്തം സ്ഥിര ചെലവ് ഒരു സ്ഥാപനത്തിൽ ഉണ്ടാവും ഔട്ട്പുട്ട് ഇല്ലെങ്കിലും. ബട്ട് the case of TVC is different. മൊത്തം വിഭേദക ചെലവിൻ്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. കാരണം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലെങ്കിൽ there will be no TVC. വിഭേദക ചെലവും സ്ഥാപനത്തിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് വിഭേദക ചെലവ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒറിജിനിൽ നിന്നായിരിക്കും, 0. When 0 output, TVC is 0. When output is 1, TVC is 10. So 1, 10. When output is 2, TVC is 18. So this is 18. When output is 3, it is 24. It is 24. When 4, it is 29. When 4, it is 29. When 5, it is 33. When 5, it is 33. When 6, it is 39. When 6, it is 39. 7, TVC is 47. So 7, TVC is 47. When 8, it is 60. When 8, it is 60. Okay. When 9, it is 75. So അപ്പോൾ നമുക്ക് ഇത്രേ പ്ലോട്ട് ചെയ്യാൻ ഇവിടെ ഗ്രാഫ് ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇവിടെ വെച്ചിട്ടത് അവസാനിപ്പിക്കുകയാണ്. ആൻഡ് നെക്സ്റ്റ്, when we join these points, we will get TVC. നമ്മളത് ജോയിൻ ചെയ്യാം. സ്റ്റാർട്ട്സ് ഫ്രം ഒറിജിൻ, സോ this will be TVC. അപ്പോൾ ഇതാണ് ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് കർവിൻ്റെ ഷേപ്പ്. ഇറ്റ് റൈസസ് അപ്വേർഡ്സ്. ഇടത്തു നിന്ന് വലത്തോട്ട് മുകളിലോട്ട് പോകുന്ന ഒരു വക്രമാണ് നമുക്ക് TVC, മൊത്തം വിഭേദക ചെലവ് കിട്ടുന്നത്. ഓക്കെ. സോ TVC. നെക്സ്റ്റ് ഈസ് TC. TC നമുക്ക് ഇതുപോലെ തന്നെ പ്ലോട്ട് ചെയ്യാം. when it is 0, there will be TC, it is 20. 0 ആവുമ്പോൾ 20 ഉണ്ട്. അതുകൊണ്ട് തന്നെ TC കർവ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒറിജിനൽ അല്ല, 20 എന്നാണ്. കാരണം
0 ഔട്ട്പുട്ട് ആവുമ്പോഴും ടി എഫ് സി ഉണ്ട്. അപ്പോൾ ടി സി എന്ന് പറയുന്നത് ടി എഫ് സി പ്ലസ് ടി വി സി ആണ്. അപ്പോൾ ടി എഫ് സി ഉൾപ്പെടുന്നുണ്ട്. ടി എഫ് സി ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഉണ്ട് 0 യൂണിറ്റ് ആവുമ്പോഴും. അതുകൊണ്ടാണ് ടി സി കർവ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ 20-ലായിരിക്കും. So only the total variable cost starts from the origin, and in this particular example both the TFC and TC starts from the point 20. In this when 1 it is 30, when 1 it is 30, when 2 it is 38, then 3 it is 44, then 4 it is 49, then 5 it is 53, then 6 it is 59, 7 it is 67, and it goes on. When 8 it is 80. നമുക്കവിടെ പ്ലോട്ട് ചെയ്യാൻ സ്ഥലപരിമിതി കൊണ്ട് നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ആൻഡ് വെൻ വി ജോയിൻ ദീസ് പോയിന്റ്സ് വിൽ ഗെറ്റ് ടി സി കർവ്. നമുക്കിതൊന്ന് ജോയിൻ ചെയ്യാം. സി so this is total cost curve. Both the TVC and TC rises upwards, and the TFC will be a horizontal line. Okay, so that is all about these three curves, about TFC, TVC and TC. So next we are going to discuss the shape of average fixed cost, that is AFC. ശരാശരി സ്ഥിരച്ചെലവിൻ്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ യു ലുക്ക് അറ്റ് ദിസ് ടേബിൾ. ആസ് ദ ഔട്ട്പുട്ട് ഇൻക്രീസസ്, AFC is decreasing. We have already mentioned about that case. And see, when output is very near to zero, when output is very near to zero, AFC is large. ഔട്ട്പുട്ട് ഉൽപ്പന്നം പൂജ്യത്തോട് അടുത്ത് നിൽക്കുന്ന സമയത്ത് AFC വലിയതാണ്, വലിയ സംഖ്യയാണ്. AFC is 20. And as the output is moves towards infinity, ഔട്ട്പുട്ട് അനന്തമായിട്ട് വർദ്ധിക്കുമ്പോൾ, അനന്തതയിലേക്ക് നീങ്ങുമ്പോൾ, as it moves towards infinity, see the AFC is near to zero. AFC പൂജ്യത്തോട് അടുത്തേക്ക് പോകും. നോക്കൂ, 10 ആവുമ്പോൾ AFC എന്തായി? 2 ആയി. അപ്പോൾ അങ്ങനെയാണ് AFCയുടെ ഒരു പ്രതികരണം. അതായത് that means when the output is very near to zero, AFC is large, and when output move towards infinity, AFC is closing to zero. ഇൻഫിനിറ്റ് അതായത് അനന്തമായിട്ട് അനന്തതയിലേക്ക് ഔട്ട്പുട്ട് പോകുമ്പോൾ, ഔട്ട്പുട്ട് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ, ഔട്ട്പുട്ട് ഇൻഫിനിറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ AFC പൂജ്യത്തോടടുത്തേക്ക് പോകും. അപ്പോൾ നമുക്ക് ഈ AFCനെ നമുക്കൊന്ന് പ്ലോട്ട് ചെയ്യാം ഗ്രാഫിലേക്ക്. സി, when output is 0, AFC is ill-defined. When output is 1, AFC is 20. So when output is 1, AFC is 20. So this is the point. And when output is 2, the AFC is 10. So this is 10. When output is 3, AFC is 6.67. So 3, it is 6.67. So 5, 6. So this is AFC. When output is 4, AFC is 5. When output is 4, AFC is 5. Okay.
then when output is 5, AFC is 4. So this is AFC. Okay. Then 6, it is 3.33. So output will be, the AFC will be here, 3.33. Then when it is 7, AFC is 2.86. So this is, then when it is 8, it is 2.5. So ഇതുവരെ നമുക്ക് പ്ലോട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്കിതൊന്ന് ജോയിൻ ചെയ്യാം. So this is the point, first point. So this will be the shape of AFC. AFCന്റെ ഷേപ്പ് ഇങ്ങനെ ഉണ്ടാവും. ഈ ഷേപ്പിനെ നമ്മൾ വിളിക്കുന്ന പേര് റെക്ടാങ്കുലർ ഹൈപ്പർബോള എന്നാണ്. സോ ദ ഷേപ്പ് ഓഫ് ദ AFC ഈസ് rectangular hyperbola. This is the shape of AFC and this is shape is called as rectangular hyperbola. മട്ടകോൺ അതിവലയം എന്ന ആകൃതിയായിരിക്കും AFCക്ക് ഉണ്ടാവുക. റെക്ടാങ്കുലർ ഹൈപ്പർബോള ഇറ്റ്സ് ദ ഷേപ്പ് ഓഫ് ദ AFC. അപ്പം AFCയെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, വെൻ ദ ടോട്ടൽ ഔട്ട്പുട്ട് ഈസ് വെരി നിയർ ടു 0, AFC will be high or it will be large. And when the output move towards the infinity, AFC will be very near to 0. നമ്മൾ ഈ ടേബിളിൽ നിന്ന് മനസ്സിലാക്കി. അതിനനുസരിച്ച് നമ്മൾ AFCനെ ഇവിടെ പ്ലോട്ട് ചെയ്തു. ഈ ടേബിൾ അനുസരിച്ച് നമ്മൾ പ്ലോട്ട് ചെയ്തപ്പോൾ നമുക്ക് AFCയുടെ ഷേപ്പ് കിട്ടുന്നത് റെക്ടാങ്കുലർ ഹൈപ്പർബോള, മട്ടകോൺ അതിവലയ ആകൃതി. So these are all about total fixed cost curve, total variable cost curve, total cost curve and average fixed cost curve. Both the TVC and the TC moves upwards or goes upwards. മുകളിലോട്ട് ഉയർന്നു പോകുന്ന വക്രങ്ങളായിരിക്കും both the total variable cost and total cost. And you see the total variable cost starts from the origin. And what about total cost? Total cost will not start from the origin, because there will be fixed cost when the firm is not producing any quantity of output. Output produce ചെയ്യുന്നില്ലെങ്കിലും ഫേമിന് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഉണ്ടാവും. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും ടോട്ടൽ വാരിയബിൾ കോസ്റ്റും ആഡ് ചെയ്യുന്നതാണ് ടോട്ടൽ കോസ്റ്റ്. അതുകൊണ്ട് ടോട്ടൽ കോസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒറിജിനിൽ നിന്നായിരിക്കില്ല, മറ്റേതെങ്കിലും ഒരു സംഖ്യയിൽ നിന്നായിരിക്കും, ഒരു പോയിന്റിൽ നിന്നായിരിക്കും. മറ്റൊരു കാര്യം, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഒരിക്കലും ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യില്ല, സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യില്ല. കാരണം വെദർ ദർ ഈസ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ് ഓർ നോട്ട്, ദ ഫേം വിൽ ഹാവ് ടു ഇൻകർ ഫിക്സഡ് കോസ്റ്റ്. അതുകൊണ്ട് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും മറ്റേതെങ്കിലും ഒരു പോയിന്റിൽ നിന്നായിരിക്കും ഒറിജിനേറ്റ് ചെയ്യുക. And the shape of the total fixed cost is horizontal, or it will be parallel to x-axis. X-axis സമാന്തരമായിരിക്കും total fixed cost. And we discussed about AFC. AFC is, the shape of the AFC is rectangular hyperbola. Okay, that is all about total fixed cost, total variable cost, total cost and AFC. നിങ്ങൾക്ക് ഈ 4 കോസ്റ്റ് കർവിൻ്റെ ഷേപ്പിനെ കുറിച്ചും അതിൻ്റെ കാൽക്കുലേഷനെ കുറിച്ചും അതിൻ്റെ പ്രത്യേകതയെക്കുറിച്ചും ഒക്കെ വളരെ വ്യക്തമായി മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ്, ആവറേജ് വേരിയബിൾ കോസ്റ്റും SAC, ദാറ്റ് ഈസ് ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റും ദെൻ ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റും, ഇത് മൂന്നും കൂടി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം. ടിൽ ദെൻ, ഗുഡ് ബൈ, താങ്ക് യു.